ഹലോ മക്കളെ, ശ്രുത ടീച്ചറാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നും വിചാരിക്കുന്നു. വെക്കേഷൻ അല്ലേ, പഠിക്കാതിരിക്കുന്നില്ല എന്ന് തന്നെയാണ് ടീച്ചർ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ മലയാളത്തിലെ അതിമനോഹരമായൊരു കവിതയുണ്ട് കേട്ടോ. ആദ്യ യൂണിറ്റിലെ ആദ്യത്തെ പാഠം മനോഹരമായൊരു കവിതയാണ്. കവിതയുടെ പേരാണ് ഗ്രാമശ്രീകൾ. ഗ്രാമശ്രീകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമത്തിൻ്റെ ശ്രീ, ഐശ്വര്യം എന്നതാണ്. കടത്തനാട്ട് മാധവി അമ്മ എഴുതിയ അതിമനോഹരമായ കവിതയാണ്. നമുക്കതൊന്ന് ചൊല്ലി നോക്കാം അല്ലേ? നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ, ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ, കൈവശമാക്കുവാനീ കലാവൈഭവം ഏതൊരധ്യാപകൻ കൂട്ടുനിന്നു. കവിതയിൽ പറയുന്നത്, കവിതയുടെ പേര് പോലെ ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായിട്ടുള്ള കർഷക സ്ത്രീകൾ. എഴുത്തുകാരിയായ കടത്തനാട്ട് മാധവിയമ്മ വയൽ വരമ്പത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവരൊരു കുടയൊക്കെ ചൂടി, നീളൻ കുടയൊക്കെ ചൂടി, വെയിലൊന്നും കൊള്ളാതെ കുടയ്ക്ക് കീഴിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരുപാട് കർഷക സ്ത്രീകൾ വയലിൽ വെയിലൊക്കെ കൊണ്ട് ചളിയിൽ ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ കുടയ്ക്ക് കീഴെ വെയിലൊന്നും കൊള്ളാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എഴുത്തുകാരിക്ക് തന്നെ ഒരു ലജ്ജ തോന്നുകയാണ് എന്നാണ് പറയുന്നത്. അവർ ചോദിക്കുകയാണ്, ഏത് വിശ്വവിദ്യാലയത്തിൽ നിന്ന്, ഏത് ലോകമാകുന്ന വിദ്യാലയത്തിൽ നിന്നാണ് നിങ്ങൾ സഹോദരിമാരെ നിങ്ങൾ ഈ വിദ്യ അഭ്യസിച്ചത്? ഇത് പഠിക്കാനായിട്ട് ഏത് അധ്യാപകനാണ് നിങ്ങൾക്ക് കൂട്ടുനിന്നത് എന്നാണ്. കൃഷി അതിമനോഹരമായ ഒരു വിദ്യയാണെന്നും ഒരു കലയാണെന്നും ഒരു വൈഭവമാണെന്നും ഒക്കെയാണ് ഇവിടെ എഴുത്തുകാരി പറയുന്നത്. ഈ കവിതയിലുടനീളം പറയുന്നത് അത് തന്നെയാണ്. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അതുപോലെ പ്രഭാതത്തെക്കുറിച്ച് അതിമനോഹരമായ ഒരു വർണ്ണനയുണ്ട്. ഉണ്ണിക്കതിരോൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടു ചോനിതല്ലോ. ഉണ്ണിക്കതിരോൻ എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാനെ, സൂര്യനെയാണ് ഉണ്ണിക്കതിരോൻ എന്ന് ഇവിടെ എഴുത്തുകാരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കവിതയിലെ മനോഹരമായൊരു പ്രയോഗമാണ് കേട്ടോ. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്ത് ആകാശത്തിന് ചുവന്ന നിറം, ആ ഒരു സ്വർണ്ണവർണ്ണമൊക്കെ ആയിരിക്കും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സമയത്ത് ഉണ്ടാവുന്ന പ്രഭാതത്തിൻ്റെ മറ്റു പല പ്രത്യേകതകളും ഈ കവിതയിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അധ്വാനത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന, അതുപോലെ നമ്മുടെ കർഷക സ്ത്രീകൾ നാടിൻ്റെ അരുമ മക്കളാണെന്നും ഗ്രാമത്തിൻ്റെ ഐശ്വര്യം തന്നെ ഈ സ്ത്രീകളാണെന്നും ഒക്കെ കവിതയിലൂടെ എഴുത്തുകാരി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ പാടത്തു പണിയെടുക്കുന്ന സ്ത്രീകളോടുള്ള ഒരു ആദരവ് കൂടിയാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. ഇതുപോലുള്ള അനവധി നിരവധി കഥകളും കവിതകളും ഒക്കെയാണ് നമുക്ക് മലയാളത്തിൽ ഈ തവണ പഠിക്കാനുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ രസകരമായിട്ട് വളരെ മനോഹരമായിട്ട് ഉള്ള ഉത്തരം കവിതകളും കഥകളുമൊക്കെ നിങ്ങൾ ആഴത്തിൽ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? USS പരീക്ഷ മുന്നിലുണ്ട്. USS പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ അങ്ങ് വായിച്ചിട്ട് പോയാൽ പോരാ. കവിതയുടെ ആഴത്തിലൂടെ ഇറങ്ങി, കഥയുടെ അകത്തളത്തിലൂടെ നമ്മൾ നടന്ന്, നാടകത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും അറിഞ്ഞ്, യാത്രാവിവരണങ്ങളാവുമ്പോൾ പല സ്ഥലങ്ങളിലൂടെയും നമുക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്ത് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്കുള്ളത്. അപ്പോൾ USS പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആവശ്യമാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ സൈലത്തിലൊരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ട്. അതിൻ്റെ പേരാണ് അവഞ്ചേഴ്സ് എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇതുവരെ അതിൽ അഡ്മിഷൻ എടുക്കാത്തവർ, നിങ്ങൾ ഇവിടെയുള്ള ഓരോ ടീച്ചേഴ്സും നിങ്ങളോട് പലപ്പോഴായിട്ട് വന്ന് പറയുന്നുണ്ട് അവഞ്ചേഴ്സ് ബാച്ചിൻ്റെ പ്രത്യേകതയെപ്പറ്റി, USSൻ്റെ പ്രാധാന്യത്തെപ്പറ്റി. അപ്പോൾ ബേസ് ആയിട്ടുള്ള ഒരു കാര്യം തൊട്ട് നിങ്ങൾക്ക് അതിൻ്റെ അടിത്തറ പാകിത്തരാ എന്നൊക്കെ പറയില്ലേ, അത് കൃത്യമായിട്ട് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് സാധ്യമാകും. ഡെയിലി ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. പഠിച്ച കാര്യങ്ങൾ വെറുതെ അങ്ങിട്ട് പോവുകയല്ല, അത് യൂണിറ്റ് ടെസ്റ്റായിട്ടും അതിൻ്റെ ആൻസർ കീ ഡിസ്കഷനായിട്ടൊക്കെ നിങ്ങളിലേക്ക് എത്തും. താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ അങ്ങ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഈ അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് നിങ്ങളും അങ്ങ് പോരൂ കേട്ടോ.